إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون عباد الله اتقوا الله സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ ഖാലിഖും മാലിക്കും റാസിക്കുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശ വിധിവിലക്ക് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പരിപൂർണമായിട്ട് പാലിക്കുകയും പരിശ്രമിക്കണേ അള്ളാഹുക്ക് ഭയപ്പെട്ടിട്ട് തഖ്വയോട് കൂടി ജീവിക്കണേ ചൊല്ലിട്ടു സ്വന്തത്തെ ഒട്ടിക്കുകയും നിങ്ങളെല്ലാം ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കണേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും യഥാർത്ഥമായ മുസ്ലിമായി ജീവിക്കുകയും ഖുർആനും സുന്നത്തും അനുസരിക്കുകയും അതേപോലെ മരിക്കരുതായ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്തും യാത്ര പോകും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഹിജ്റ വർഷത്തെ അതായത് ഇസ്ലാമിക് കാലണ്ടർ ഹിജ്റ വർഷത്തിൽ ഹിജ്രി കാലണ്ടറിന്റെ ഒന്നാമത്തെ തിങ്കൾ മുഹറം പരിശുദ്ധമായ മുഹറം തിങ്കളായിട്ട് ഇരിക്കണമെങ്കിൽ ഒരു പുതിയ വർഷം കടന്നു വന്നു. അതിൽ ഒന്നാമത്തെ തിങ്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയതായ 4 പവിത്രമായ തിങ്കളിൽ ഒരു തിങ്കളായിട്ട് പവിത്രമായ മുഹറം തിങ്കളുടെ പോലീസ് ചൊല്ലുകയല്ല നാം ഉദ്ദേശിക്കരുത്. ഒരു പുതിയ വർഷം ഞങ്ങൾ കടന്നു വരുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യ അവന്റെ മനസ്സിൽ പറഞ്ഞായ ചില വിഷയം അതായിട്ട് നിങ്ങളെ മുന്നോട്ട് ചൊല്ലുക ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ വർഷം പറഞ്ഞപ്പോൾ ഒരു ഹിജറി വർഷം പുതിയ വർഷം പറഞ്ഞപ്പോൾ ആ പുതിയ വർഷത്തെ ആചരണ അല്ലെങ്കിൽ അതിനൊരു ആഘോഷിക്കുമ്പോൾ ഇസ്ലാം ഞങ്ങൾക്ക് പരിപാടി നൽകില്ല. ഒന്നാമത്തതായിട്ട് മനസ്സിലാക്കുന്നത് 2024 കഴിഞ്ഞിട്ട് 25 വരുമ്പോൾ ഡിസംബർ 31-2 ജാവുക അല്ലെങ്കിൽ ജനുവരി 1-2 ഈ ലോകത്ത് കാണുന്നതായ കുറെ ആചാര വിചാര എന്തെല്ലാം ഉണ്ടാ അത് ഇസ്ലാം പരിപാടിയാണ്. പിന്നെ ഒരു പുതിയ വർഷം ഹിജ്റ വർഷം കടന്നു വരുമ്പോൾ
ഒരു മനുഷ്യ മൂമിനായ മനുഷ്യ ഒന്നാമത്തതായിട്ട് ചിന്തിക്കണായത് നന്റെ ജീവിതത്തിൽ നിന്നിട്ട് ഒരു വർഷം കഞ്ഞിപ്പോയിട്ട് നാന് നന്റെ മൗത്തുകോ അല്ലെങ്കിൽ കബറുകോ അതാ ഒരു വർഷം മുട്ടായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലേ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഓ സത്യവിശ്വാസിമാരെ നിങ്ങൾ തഖ്വ കൈകൊള്ളൂ അല്ലാഹുവിനെ സൂക്ഷിച്ച് നടക്കൂ എന്നിട്ട് ചൊല്ലി വതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ നിങ്ങൾ ഓരോരുത്തമാരും നാ ബണ്ടതായ നാലകവനായിട്ട് എന്ത് ഉണ്ടാക്കി വെച്ചിരാണെന്ന് ചൊന്നിട്ടു തെല്ല് നോക്കൂ കണക്ക് നോക്കൂ ബണ്ടതായ നാലകം ആഖിറത്തിന് വേനായിട്ട് ഞങ്ങളെ ആഖിറത്തിലെ കാമിയാകുവാനായിട്ട് എന്തിനെ ഈ ദുനിയാവിൽ നമ്മൾ ആക്കി വെച്ചിരാൻ ചൊന്നിട്ടു തെല്ല് കണക്ക് നോക്കറും ചൊന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പാക്കിയിട്ട് വത്തഖുല്ലാഹ് ഒരേ ആയത്തിൽ രണ്ട് വട്ട അല്ലാഹുവിനെ സൂക്ഷിക്കൂ ചൊന്നിട്ട് നമുക്ക് വാദിക്കാൻ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതായ പ്രതി ഒരു വിഷയത്തിലും എത്ര അത് ചെറിയ വിഷയമായിരിക്കും മൈന്യൂട്ട് വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബീറായിരിക്കുക സൂക്ഷ്മ ജ്ഞാനമുള്ളവരായിരിക്കുക നിങ്ങൾ എത്ര ചെറിയ വിഷയമായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിവുണ്ടോ അതിന്റെ വിഷയത്തിൽ ചൊന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിനെ ഉണ്ടാക്കുക ഇവിടെ പഠിക്കില്ലേ ഒരു വർഷം പോയിട്ട് ഒരു വർഷം പുതിയ വർഷം വരുമ്പോൾ കുറേ ആൾമാർക്ക് ഗൊന്തേക്കല ഒരു പുതിയ വർഷം വന്നത് എന്നുവെച്ചെങ്കിൽ ഇസ്ലാമിയുടെ ഒരു ഷിഹാറായിട്ട് ഹിജിരി കാലണ്ടർ ചൊല്ലി ആ കാലണ്ടറിൽ ഇപ്പൊ ഞാൻ കൂടെ വെച്ചിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ടായെങ്കിൽ ഹിജിരി വർഷത്തിൽ ഇത് എത്രാമത്തെ വർഷം കേട്ടെങ്കിൽ 2024 കുറെ ചൊല്ലുവാ ഗ്രിഗോറിയൻ കാലണ്ടർ അനുസരിച്ച് ഞങ്ങൾ ഫോളോ ആക്കേണ്ടതായ കാലണ്ടർ ഏത് ആ എന്ത് ഗ്രിഗോറിയൻ കാലണ്ടർ ഉണ്ട് ചൊല്ല് ജനുവരി ടു ഡിസംബർ ഉള്ളതായ ഇത് 2024 ചൊല്ലി എത്ര ചെറിയ കിടാവും മാത്രമല്ല ഹിജിരി വർഷം ഇത് എത്ര കേട്ടിട്ടായെങ്കിൽ 19 വർഷം പയമുള്ള വലിയ വയസ്സിലായ സമയത്ത് വലിയ ഡിഗ്രി എടുത്തിട്ട് ഇപ്പോൾ ഭയങ്കര വലിയ ആത്മാരായിട്ട് മാത്ര ഇത് 1446 ഒന്നാമത്തെ തിങ്കളായിട്ട് ചൊല്ലു ഇന്ത്യത്തെ താരീഖിന്റെ അതേ സമയത്ത് ബുദ്ധിയില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും ഞങ്ങളുടെ മുസ്ലിം സമുദായത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും സംശയം ഭിന്നാഭിപ്രായം ഇല്ലാത്ത വിഷയമായിരിക്കും ഞങ്ങൾ ഇസ്ലാമും ചൊല്ലിട്ടു ഒരു മുസ്ലിമും ചൊല്ലിട്ടു ഈവൻ ഞങ്ങളുടെ ഒരു കാലണ്ടർ ഉണ്ട് അതിൽ ഡേറ്റ് അതിൽ വർഷം അതിൽ തിങ്കളു സമയത്ത് ഞങ്ങൾ ഗുന്തിക്കില്ല അതായിട്ട് ഞങ്ങൾ ഇസ്ലാമും ഞങ്ങളുടെ ബന്ധം അതാക്കി ചൊല്ലി ഓരോരുത്തർ കേൾക്കണേ ഇപ്പോ കുറെ ആൾമാർക്ക് ഇന്നത്തെ തിങ്കളെത്ര ഇന്നത്തെ നാല് ഡേറ്റ് എത്ര ഇഞ്ചിരി കാലണ്ടർ പ്രകാരം വർഷത്തിന് കേൾക്കണമെങ്കിൽ പള്ളി പുസ്തകത്തിൽ പോകും ഇപ്പൊ പിന്നെ ഡിജിറ്റൽ കാലണ്ടർ ഉണ്ടോ അങ്ങനെ സബബുകൾ ഉണ്ടോ കുറെ ആൾമാർക്കെല്ല അറിവുണ്ട് ഏതായിട്ട് ഒരു പുതിയ വർഷം കടന്നു വരുന്നത് ഞങ്ങൾ മനസ്സിലാക്കണമായിരുന്നു ഞങ്ങൾ ഒരു വർഷം പോയിട്ട് ഈ ഒരു വർഷത്തിൽ ഞങ്ങൾ എന്താക്കിയ ഞങ്ങളുടെ ബിസിനസ് എത്ര ലാഭമായിട്ട് ആഹിരത്തുള്ള ബിസിനസ് ബാണിയാക്കണം എല്ലാവരും എന്താക്കണം കണക്കെടുക്കണം ഒരു വർഷത്തിലൊപ്പം നല്ല ബാണി ഏത് രീതിയിൽ പോയെന്നുള്ളൂ നഷ്ടമാ ലാഭമാണ് ഒരു വർഷത്തിൽ കൊടുക്കല്ല ഒരു തിങ്കൾ കൊടുക്കല്ല ഒരു വാർത്ത കൊടുക്കല്ല പ്രതി നാളും ഞങ്ങൾ കണക്കിട്ടാം ഞങ്ങളുടെ ഭാര്യ എങ്ങനെ ഉണ്ട് ഇനിയുടെ നഷ്ടത്തിലുണ്ടായി ലാഭകരമായിട്ട് പോകുന്നുണ്ടാക്കി എന്ത് ആക്കണമെന്നാണ് ചൊല്ലിട്ട് ഞങ്ങൾ ചിന്തിക്കുക മാത്രമാണ് നാളത്തെ ആഖിറത്തിന് പേരായിട്ട് നന്റെ ഇവിടുത്തെ ജീവിതത്തിൽ ഞാൻ എത്ര ആക്കി വെച്ചിരെ ഇത്ര ലാഭത്തിൽ പോയിട്ടുണ്ടോ ആ ബാണിയ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിന്നിട്ടാണെങ്കിൽ നമുക്ക് ജവാബ് കൊടുക്കുകയുള്ളതായ ആ ഒരു ഇത് ഉണ്ടാ ചൊല്ലിട്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കി നമ്മൾ തിങ്കാക്കില്ല ഹാസിബു ഖബല അൻ തുഹാസബു നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഒരു ഹിസാബ് എടുക്കൂ അല്ലാഹു നിങ്ങളുടെ ഹിസാബ് എടുക്കാൻ മുന്നോട്ട് പ്രതി ഒരു നാളും ഞങ്ങളുടെ ജീവിതത്തിലെ വിഷയത്തിൽ ഞങ്ങൾ എന്തെന്താക്കിയ എത്ര നല്ലതാക്കിയ എത്ര ബെടക്കാക്കിയ തൗബ ചെയ്യാനായ അഗത്യമുണ്ടാ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് നാളെ കിടന്നു ഉറങ്ങണമോ നാളെ സുബഹിക്ക് എണീക്കണമെന്നുണ്ട് ഗ്യാരണ്ടി ഇല്ല പ്രതി ഒട്ടും കിടക്കിലേക്ക് മുന്നോട്ട് അണ്ടത്തെ നാളെ ഓഡിറ്റ് നടത്തും എത്ര കളവ് ചൊന്നേ എത്ര ഹറാമി എത്ര സമ്പാദനങ്ങളൊക്കെ വന്നില്ല ഇനി എത്ര ആളുകളാണ് ഡോങ്ങിയായിട്ട് നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിച്ചിടമാ നന്റെ ഓരോരോ സ്റ്റെപ്പും ഓരോരോ പലക്കും അല്ലാഹു തന്നതായ നിയമത്തെ ശുക്രാക്കിയിട്ട് നാം ജീവിക്കുകയാണ് ഇല്ലേ ചൊല്ലിട്ട് പ്രതി ഒട്ടും നാനും നിങ്ങൾ ചിന്തിക്കാനായ ഒരു അവസ്ഥയാണ് അതായിട്ട് ഈ ജീവി വർഷ പുതിയ വർഷ വരുമ്പോൾ ഒന്നാമത്തെ പാട് രണ്ടാമത്തത് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം വരുമ്പോൾ ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് ചൊല്ലിട്ട് മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ
இருக்கிற ஒரு சவாலாயிட்டு இருக்குது. குல் அரைத்தும் இன் ஜஅலல்லாஹு அலைக்குமுல் லைல சர்மதன் இலா யௌமில் கியாமah மன் இலாஹும் கைருல்லாஹ் யஅதீக்கும் பினஹார். அல்லாஹ் கேக்குற ஒரு சவால். എവിടെയെങ്കിലും കിയാമത്ത് നാൾ തോല ജാമന മാത്ര ആയിട്ട് നാളുകൊണ്ട് നിലനിൽക്കേണ്ടെങ്കിൽ പൂർണ്ണത്തെ കൊണ്ടുവന്നതായ അല്ലാഹു അല്ലാത്ത ശക്തി നിങ്ങൾക്ക് ആരുള്ളാണ്? ಅದಕ್ಕೆ ಉತ್ತರ ಅಲ್ಲಾಹು മാത്രമായിട്ടിരിക്കണം. അപ്പോൾ ജാമനും പൂർണ്ണനും സിസ്റ്റമാറ്റിക് ആയിട്ട് അതത് കറക്റ്റായ ടൈമിൽ ആക്കി കൊണ്ടുവന്നതായ ഒരുത്ത ആ സിസ്റ്റമിലെ പെരവത്തിലുള്ളതായ മഹാൻ ശക്തി ചൊല്ലത് അല്ലാഹു ആയിട്ടിരിക്കണം ചൊല്ലിട്ടു. നന്റെ റബ്ബായിട്ടിരിക്കണം. നന്റെ റബ്ബുക്ക് മാത്രമേ ഈ താക്കത്തുള്ള ചൊല്ലതായ ആ യഥാർത്ഥമായ ആ വിശ്വാസ അത് കൊണ്ടുവരുന്ന ഒരു കാരണമായിട്ടിരിക്കുന്നത്. ഒരു വർഷം പോകുമ്പോൾ എന്ന് ചൊന്നെങ്കിൽ ഓരോ നാൾ പോയിട്ടായിരിക്കും വാരാവിടെ, വാര കഴിഞ്ഞിട്ടായിരിക്കും തിങ്കളാവിടെ, തിങ്കൾ കഴിഞ്ഞിട്ടായിരിക്കും വർഷാവിടെ. ഈ ഒരു സിസ്റ്റം നടപ്പുണ്ടായെങ്കിൽ പ്രവർത്തനം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് മനസ്സിലാക്കും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് ജാമന പോൽമന ബദലാവനായിട്ട് ബണ്ടത് ഇതിൽ ചിന്തിക്കുന്നതായ ആൾമാർക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഉണ്ട്. അല്ലാഹുവും ചെമ്മ അടുക്കുള്ളേ അല്ലാഹുവിനെ മനസ്സിലാക്കുള്ളതായ ദൃഷ്ടാന്തമായിട്ട് ನನಗೆ ಜಾಮನ ಅವರು ಪುರ್ಮಾನ ಅವರು ನಾನು ಹೋಗಿ ವಾರ ಹೋಗಿ ನನಗೆ ಒಂದು ಇದು ಪಟ್ಟಿಲ್ಲ. ಅಲ್ಲಾಹು ದೃಷ್ಟಾಂತತೆ മനസ്സിലാക്കുക ನನಗೆ ಸಾಧ್ಯ ಇಲ್ಲ ಎಂದು ಚೊಲ್ಲಿ ಈಮಾನ್ ಇಲ್ಲ, ತಕ್ವ ಇಲ್ಲ. ಅದು ಬೇರೆ ಏನು ഒരു വർഷം പോകുമ്പത്തൂ ನನಗೆ ಚೊಲ್ಲ എത്ര വേഗമായിട്ട് ഒരു വർഷം പോയി, എത്ര വേഗമായിട്ട് ഒരു വാരം പോയി, ഒരു നാല് പോയി, ഒരു വർഷം ഒരു തിങ്കൾ പോയി ചൊല്ലല്ലേ. ഇത് കിയാമത്ത് നാളിന്റെ അടയാളായിട്ട് മനസ്സിലാക്കുന്നത് അടുത്താണ്. ഇപ്പോ 36 ഗಂಟೆയും ടൈമും മയ്യാവത്തെ ഒരു അവസ്ഥയായിട്ട് ഔത്തൂർ തെച്ചിട്ട് ഒരു മൊബൈൽ ഫോൺ പിടിച്ചിട്ട് എന്തെല്ലാം സ്വരവും എല്ലാ സ്വരവും ലാക്കുകട്ടില് കോട്ടികട്ടില് വ്യവഹാരം ഔത്തു തെച്ചിട്ട് ആക്കുന്നതായ ഒരു അവസ്ഥയായിട്ട് ഇന്നത്തെ ടെക്നോളജി യുഗത്തിൽ മാത്രമാണ്. 24 ഗಂಟೆയും മയ്യാവില്ല. എന്തിനായും ഒന്നെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ട് നക്ക് ടൈമില്ല, ബാബ മീറ്റിംഗ് വിളിച്ച് ആർക്കും ടൈമില്ല, ഒരു ദാവ പ്രോഗ്രാം വെച്ച് ആർക്കും ടൈമില്ല. 24 ഗಂಟೆ മയ്യാവില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ലാ തഖൂമു സ്സാഹ ഹത്താ തഖാറബു സമാൻ. ഖിയാമത്ത് നാൾ അടുത്തില്ല എവിടത്തോള സമാൻ ചുരുങ്ങി ബണ്ടില്ല ഔത്തോള ചുരുങ്ങി വന്നത് ചുരുങ്ങിയിരിപ്പോ നാളെ ചുരുങ്ങി ടൈമില്ല ആർക്കും. ഖിയാമത്ത് നാളിന്റെ അടയാളായിട്ട് മനസ്സിലാക്കും. ಏನು ഹിജ്രി കാലണ്ടർ ഞങ്ങൾ ചൊല്ലുമ്പോൾ ഇതിനെ ഓർത്തിൽ ചരിത്രം മനസ്സിലാക്കണം. ഡീറ്റെയിൽ ആയിട്ട് അതിനെ പിന്നിലേക്ക് നാ പോകണ്ട. പഠിക്കുള്ളതായ പാഠത്തിന് പേരായ ഓരോ പോയിന്റ് മാത്രമായിട്ട് ചൊല്ലി. ഇസ്ലാമികമായ കാലണ്ടർ ഹിജ്രി കാലണ്ടർ ഇത് എപ്പായിട്ട് നിലവിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്തിൽ ഇസ്ലാമും ചൊല്ലത്. ഇപ്പൊ ഇസ്ലാമിലെ സാമ്രാജ്യം ചൊല്ലുന്നത് സാധാരണ ഒരു അറബ് കോണ്ടിനെന്റും അതിലെ പുറത്തും ആഫ്രിക്കത്തും എല്ലായിട്ട് 20 ദേശ ഇസ്ലാമിന്റെ അണ്ടറിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അണ്ടറിൽ വന്നത്. ആ സന്ദർഭത്തിൽ കുറെ സഹാബിമാർ അവിടേക്കുള്ള ഗവർണർമാരായിട്ട് പോയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ലെറ്റർ എഴുതി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സഹാബത്ത് അവിടുത്തെ ഗവർണർമാർ അങ്ങനെ ചൊന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വന്തം ഒരു ഡേറ്റിംഗ് സിസ്റ്റം വേണം, താരിഖെത്ര ഒരു സിസ്റ്റം ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു സ്വന്തം വേണം. ഇന്നത്തെ മുസ്ലിമിനെ പോലെ അല്ല. ഇന്ന് ഞങ്ങളെല്ലാം കടയെടുക്കുക ബാക്കി ഞങ്ങൾക്ക് ചെന്നിട്ട് സ്വന്തം ഒന്ന് വേണം ചെന്നിട്ട് ഞങ്ങൾ ആലോചന ആക്കണം. അണ്ടത്തെ മുസ്ലിമികളെ ദൂരദൃഷ്ടി നോക്കുള്ളൂ. ഡേറ്റിംഗ് സിസ്റ്റം വേണം ഞങ്ങൾക്ക് ഒരു സ്വന്തം ചെന്നിട്ട് അങ്ങ് തെച്ചിട്ട് ഒരു ആലോചന ആക്കിയത് അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ ആ മീറ്റിംഗിൽ വേറെ വേറെ അഭിപ്രായം എവിടെ സ്റ്റാർട്ട് ആക്കുന്നത് ഞങ്ങൾ ഒരു ഈ സിസ്റ്റം ഒരു വർഷം ഇപ്പോ 2024 ചൊല്ലുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് കാല കഴിഞ്ഞിട്ട് 2024 ഔട്ടായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ആക്കി ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ആക്കും. അപ്പൊ കുറെ അഭിപ്രായം ഒന്ന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വർഷം ഉണ്ട് ഔട്ട് ശുരുവാക്കുവാൻ. കുറെ ആൾക്കാർ വേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൽ ഔട്ട് സ്റ്റാർട്ട് ആക്കും. കുറെ ആൾക്കാർ ചൊന്നത് ബദർ യുദ്ധം ചൊന്നത് ഇസ്ലാമിലെ ഐതിഹാസിക ഘടനയായിട്ട് ഔട്ട് സ്റ്റാർട്ട് ആക്കാൻ. അവസാനം അങ്ങ് ഒമ്മത്തെ അഭിപ്രായത്തിൽ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം
മക്കത്തിൽ നബിയായിട്ട് ജീവിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലതായ തൗഹീദിനെ പ്രചാരം ആക്കിയിട്ട് ഈ പ്രചാരം ആക്കുന്നതായ സന്ദർഭത്തിൽ ഇനി ഈ രായത്തിൽ നിൽക്കുക ഉളികാല ഇല്ല ചൊല്ലുമ്പോഴത്തേക്കു അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ കൊടുത്തിട്ട് ഹിജ്റ പോകുന്നതായിട്ട് മദീനത്തേക്ക് ആ ഹിജ്റ പോയതായ ആ ഒരു ഘടനയെ ആധാരാക്കിയിട്ട് ഔട്ട് സ്റ്റാർട്ട് ആക്കുവാൻ എല്ലാവരും ഒപ്പിയാണ് എന്താ വെച്ചെങ്കിൽ അതായിട്ട് ഇസ്ലാം ഒരു ടേണിംഗ് പോയിന്റ് മൈലുകളിലും ചൊല്ലുന്നത് ഔട്ടായിട്ട് ഇസ്ലാം എല്ലാ മോത്തുക്കും പ്രചാര ആവുകയായി ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് മുസ്ലിമീങ്ങൾക്ക് അങ്ങപ്പെട്ടതായ കഷ്ടത്തുക്കും നഷ്ടത്തുക്കും ഒരു ചെറിയ സമാധാനം കിട്ടിയത് ഈ ഒരു സന്ദർഭത്തിൽ പിന്നായിട്ട് ഈ ഒരു സംഭവത്തിൽ പിന്നായിട്ട്. അപ്പൊ ഒന്നാമത്തേതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഇസ്ലാമിക് കാലണ്ടർ ഹിജ്രി കാലണ്ടർ ചൊല്ലുന്ന വിൽക്കുകൊള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയതായ ആ വർഷത്തിൽ നിന്നിട്ടായിട്ട് സ്റ്റാർട്ട് ആക്കിയത് ആ ഘട്ടനയുടെ ആധാരമായിട്ടായിട്ട് അതായിട്ട് ഹിജ്രി കാലണ്ടർ ചൊല്ലുന്നത്. അപ്പോ 1446 വർഷത്തിൽ ഞങ്ങൾ ഉള്ള 1446 വർഷമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പോയി. ഇനി ഇത്ര പഠിച്ച ഞങ്ങ എന്ന് നോക്കുള്ളത് എന്തൊക്കെ പേരായിട്ട് അങ്ങ് ഹിജ്റ പോയാറ് അതുപോലെ ഞങ്ങളുടെ മനസ്സിൽ ഹിജ്രി കാലണ്ടർ വിഷയം പഠിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലതായ ആ തൗഹീദിനെ പ്രചാര ആക്കുമ്പോൾ ഈ പ്രചാര ആക്കുന്നതായ ആൾമാർ ഈ മക്കത്തിൽ ജീവിക്കുക തീരല്ല ഇങ്ങനെ പ്രചാര ആക്കിയിട്ട് യാരെ ആൾ ഇതുപോലെ അടുത്തുണ്ടെങ്കിൽ ഇസ്ലാം ദീനിക്ക് കടന്നു വന്നിട്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് സമസ്യ ആയിട്ട് ചൊന്നിട്ടു മക്ക മുശ്രിക്കീൻ കണ്ടെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാണ്ടാക്കുന്നു ഈ തൗഹീദിന്റെ പ്രചാരകന്മാർ ഇല്ലാണ്ടാക്കുകയുള്ളതായ ശ്രമമായിട്ട് അങ്ങ് നടത്തിയത് ഇന്ദുവും അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ ആ തത്വത്തെ ആര് പ്രചാര ആക്കുക അവನು ആ രായത്തിൽ മുണ്ടാട്ടേക്ക് കൂടിയായി നമുക്ക് എപ്പോ കഷ്ട നഷ്ടമുള്ളതേ ആയിട്ട് അങ്ങനെ ഇല്ലാണ്ടാക്കുള്ളതായ ശ്രമ ഏത് സന്ദർഭത്തിലും ഏത് കാലഘട്ടത്തിലും നടന്നത് അത് നടന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇത് വലിയ വിഷയമല്ല. രായബുക്ക് മുന്നേ പോയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഈ തത്വ ഉപദേശത്തിന് വേണമായിട്ട് ഇതിലെ പ്രചാരാക്കുവാനായിട്ട് രായബുക്ക് പോയതാണ്. ഇനി മക്കത്തിൽ അങ്ങ് വന്നതായ ത്യാഗം എത്ര കഷ്ടമെന്നതാണ് അതിന്റെ ചരിത്രത്തിൽ നാം പോണില്ല. ചെമ്മം ചൊല്ലു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഇങ്ങനെ ചെമ്മെ സുമയ്യ റളിയല്ലാഹു അൻഹ ചരിത്രം, ഇങ്ങനെ ചെമ്മെ ആണുങ്ങളതും പെണ്ണുങ്ങളതും സഹാബ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അങ്ങനെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ ഈ തത്വ പ്രചാരത്തിന് വേണമായിട്ട് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ഇതിക്ക് കുർബാനി കൊടുത്തതായ ആ കഷ്ട നഷ്ട എന്നോട് ജീവിക്കുകയെ സാധ്യയില്ല ചൊല്ലതായ ഒരു ഘട്ട വന്നപ്പോയിട്ട് അങ്ങ് ആദ്യമായിട്ട് അബിസീനിയത്തും അതിൽ പിന്നെ മദീനത്തും ഹിജ്റ പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാണ്ടാക്കുള്ളതായ പ്രയത്ന ഖുറൈശിമാരുടെ കൂട്ടത്തിൽ നടന്നിട്ട് അങ്ങ് ഒരു മീറ്റിംഗ് വിളിച്ചാറ്. മീറ്റിംഗ് വിളിച്ചിട്ട് അങ്ങ് ചർച്ചയാക്കിയാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മീറ്റിംഗിന്റെ വിഷയത്തിൽ ചൊല്ല് വൈദ യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതുക ഔ യഖ്തുലുക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. ആ മുശ്രിക്കീങ്ങ അബൂ ജഹൽ പോലത്തെ ആ നേതാക്കന്മാരെ ആ ലീഡർഷിപ്പിലും അങ്ങ് തെച്ചിട്ട് ഒരു മീറ്റിംഗ് ആക്കിയിട്ട് 3 ഓപ്ഷൻസ് 3 ആഴ്ച നോക്കിയാറ് ഏതെല്ലാം ആവും എന്താക്ക ഈ മുഹമ്മദിനെ. ഒന്നാമത്തേത് അവന്റെ ഉടമയെ ബന്ദിയായിട്ട് നിലനിർത്താം മക്കത്തിൽ. രണ്ടാമത്തേത് അവന്റെ കൊല്ലാം. മൂന്നാമത്തേത് അല്ലെങ്കിൽ ആയത്തെ പത്ത് കടത്താൻ. ഈ 3 വിഷയത്തിൽ അങ്ങനെ ചർച്ച നടന്നിട്ട് അവസാനം ഒരു അഭിപ്രായത്തിൽ എത്തിയാറ് അവന്റെ കൊള്ളുതേനല്ലേ. അങ്ങനെ അങ്ങ് ഓരോരോ ഗോത്രത്തെ ഓരോരോ പ്രതിനിധിമാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഔത്തിരെ ഫുൾ കവർ ആക്കിയിട്ട് ഒരു നാൾ ജാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ജാമന എഞ്ചിട്ട് കാബത്തവിടെ പോയിട്ട് നിസ്കരിക്കുന്നതായ ഒരു പരിപാടി സാധാരണ ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പൊ ആ ടൈമിൽ കൊല്ലാൻ ചൊല്ലതായ പ്ലാൻ ഇട്ടിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്ന് ഹിജ്റത്തിന് പോകുള്ളതായ പെർമിഷൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുക്കുള്ളതായ തയ്യാറെടുപ്പ് പ്ലാനിംഗ് മുന്നോലെ നടത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലതായ തന്റെ വിശ്വാസമുള്ളതായ ആ ഒരു സഹാബിനെ അബൂബക്കർ സിദ്ദീഖ് പോകുവാനായിട്ട് ഒട്ടിಗೆ പോകുവാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ട്
അബൂബക്കർ സിദ്ദീഖ് പോകുള്ളതായ വാഹനം റെഡിയാക്കി വെച്ചിരുത്തി. അതേപോലെ തെരു കാട്ടുകുബനായിട്ട് മുസ്ലിം അല്ലാത്ത ഒരാളെ ഗൈഡായിട്ട് മാർഗദർശിയായിട്ട് റെഡിയാക്കി തിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറുപ്പിലും മണ്ണ് വാരിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ താൻ കിടക്കുന്നതായ ആ കട്ടിൽ കിടപ്പാക്കിയിട്ട് പത്ത് പോയിട്ട് അങ്ങനെ മോർത്ത് മണ്ണെറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ല ആ മണ്ണ് എറിഞ്ഞതായ സന്ദർഭത്തിൽ അങ്ങനെ എല്ലാവരും ആ കണ്ണുകും എത്തുപാട്ടിയത് നാനായിട്ട് അങ്ങനെ അങ്ങ് കണ്ണുക്ക് ദൂർ കിട്ടിയപ്പോ എല്ലാം തലഞ്ഞിട്ട് അങ്ങ് നോക്കുക സാധ്യമില്ലാത്ത ഒരു അവസ്ഥയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഇടയിൽ കൂടി നടന്നു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ മദീനത്തെ റൂട്ടുകളല്ല അതിലെ ഓപ്പോസിറ്റ് റൂട്ട് പോകും. ഞാൻ ചൊല്ലുകൊള്ള കാരണമുണ്ട്. ഓപ്പോസിറ്റ് റൂട്ടുക്ക് പോയിട്ട് അതാ സൗർ ഗുഹയിൽ പോയിട്ട് ഒരു വലിയ പർവ്വത മക്കത്തെ ഉപായങ്ങളെ കണ്ടിട്ട് പോലെ സൗർ ഗുഹയുടെ മേലിൽ പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 നാൾ അവിടെ നിൽക്കുകയാണ്. സുബൈഹി നോക്കുമ്പോൾ ആളില്ല. എഞ്ചി പണ്ഡിത അലി റളിയല്ലാഹു അൻഹു അതാമത്ത് അങ്ങ് വലിയൊരു ബഹുമാന പ്രഖ്യാപനാക്കിയത് മുഹമ്മദിനെ തല കൊണ്ടുവന്നിട്ടായി ഇത്ര ഒട്ടകാൻ വലിയ ബഹുമാനം. എല്ലാ മക്കത്തെ സർദാർമാരും 4 സൈഡിലും പോയിട്ട് തേടുക ശുരുവാക്കിയാണ്. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന് ചോട്ടല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സൗർ ഗുഹയിലെ വായിൽ എത്തിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ അന്ന അഹദഹും നദറ തഹത ഖദമൈഹി ലഅബ്സറനാ യാ റസൂലല്ലാഹ് അങ്ങ് എവിടെയും ബക്കിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടാൽ ഞങ്ങൾ പിടിക്കപ്പെട്ടത് തന്നെ ഞങ്ങൾ പിടിക്കപ്പെട്ട ഞങ്ങൾ കുടുങ്ങിയാണ് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലൊരു പലക്കം മദന്നുക യാ അബൂബക്കർ അബൂബക്കർ നീ എന്ത് തിങ്കാക്കിലെ നീ എന്ത് വിചാരിച്ചില്ലേ ബിഇത്നൈനി നാനും നീനും ചൊല്ലതായി ഈ ജണ്ടാല ഈ ഗുഹയിലുള്ളതല്ല ഈ ജണ്ടാല വിഷയത്തിൽ നീ എന്ത് തിക്ര ആലോചനാക്കില്ലേ അല്ലാഹു സാലിസുഹുമാ അല്ലാഹു മൂന്നാമത്തവനായിട്ട് ഞങ്ങളൊട്ടിಗೆ അല്ലാഹു ഉള്ള നീ പേടിക്കണ്ട അബൂബക്കറെ. നോക്കൂ പിടിക്കപ്പെട്ടിട്ട് ചൊന്നിട്ടു ആവുടേതായ അവസ്ഥയുടെ സമയത്ത് അല്ലാഹുവിനൊട്ടിಗೆ ഉള്ളതായ തവക്കുൽ ഹിജ്റ പഠിപ്പാട്ടതായ വലിയൊരു പാഠമായിട്ട് നമ്മൾക്കൊക്കെ കൈക്കാറുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം എല്ലാം വന്നിട്ട് ഞങ്ങൾ ആകെ കുടുങ്ങിയാൻ ചൊല്ലുമ്പോൾ പിന്നെ അപ്പറ ഇപ്പറ ഓട്ടായിട്ട് അല്ലാഹുവിനൊട്ടിಗೆ അചഞ്ചലമായ തവക്കുൽ അതായിട്ട് ഹിജ്റ പഠിപ്പാട്ടത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ആരുടെ അല്ലാഹുവിനൊട്ടിಗೆ തവക്കുൽ ആക്കേണ്ടെങ്കിൽ അല്ലാഹുമൈൻ ചൊല്ലതായ 100% അല്ലാഹുവിനൊട്ടിಗೆ ഉള്ളതായ വിശ്വാസം എപ്പോഴും വേണം. ഹിജ്റ പഠിപ്പാട്ടിലെ വലിയ പാഠം. 3 നാൾ ആ ഗുഹയിലേക്ക് അവിടേക്ക് ഫുഡ് കൊടുക്കുള്ളതായ വ്യവസ്ഥ അവിടേക്ക് മക്കത്ത് എന്തെല്ലാം നടക്കണിച്ചൊന്നിട്ട് ന്യൂസ് എത്തുപാട്ടുള്ളതായ വ്യവസ്ഥ ആക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് നാം ചൊല്ലിച്ചൊന്ന് ഈ വിഷയം എത്ര ഒരു പ്ലാനിങ് ആയിട്ടിരിക്കുന്നത് ഒരു വിഷയം ആക്കുമ്പത്തു എത്ര ഒരു പ്ലാനോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവേ കൂടെ ഉള്ളതായ എല്ലാ ഖൽഖ് സൃഷ്ടിപ്പിൽ വെച്ചിട്ട് അഷ്റഫ് ഏറ്റവും നല്ലതായ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയ മുർസലിങ്ങളുടെ നേതാവ്. അല്ലാഹുക്ക് ഏത് വിധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്താം ആയെങ്കും തവക്കുൽ നമുക്ക് ഇന്നേറ്റായെങ്കും ഞങ്ങൾ എന്തെല്ലാം ആക്കണോ അതാക്കണുണ്ട് ആയിട്ട് ഈ പാടാ ഇസ്ലാം പഠിപ്പാട്ടിലെ തവക്കുൽ അതായിട്ട് തവക്കൽത്തു അല്ലാതെ ഔദ്യോഗിക തെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വരം നടക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ അവിടെ ഒരാളെ കിടപ്പാട്ടിട്ട് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ആവും. അതേപോലെ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് അവിടെ പോയിട്ട് മദീനത്തെ റൂട്ടിൽ പോയല്ല അവർ ഫോളോ പോഗ്തിരാണ് ഓപ്പോസിറ്റ് റൂട്ട് യമൻ റൂട്ടിൽ പോയിട്ട് ആ ഗുഹയിൽ 3 നാൾ താമസിച്ചിട്ട് പോകേണ്ടതായ സന്ദർഭത്തിൽ അവിടെ തെരുക്കാട്ടുള്ളതായ ഒരാള് ഒട്ടിಗೆ പോകുള്ളതായ ഒരു ആൾ വിശ്വസ്തമായ ഒരു സഹാബി എന്തെല്ലാം പ്ലാനിങ് നോക്കും ಎಲ್ಲ ಪ್ಲಾನ್ ಆಗಿಟ್ಟು പോണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇന്റെ കൂട്ടെ മൈക്കാത്തിൽ പോണ്ടേ ടൈം ഞങ്ങൾ എന്ത് ആക്കോണ്ടെ പിടിക്കില്ല ബസ്പത്തി സിദ്ധമുണ്ട് അതിൽ പിന്നെ ആലോചന എവിടെയൊക്കെ പോകണം എന്ത് ആക്കണം എവിടെ ലോഹർ ദിശയ്ക്ക് പോകണം എവിടെ അസൽ ദിശയ്ക്ക് എത്ര ഗಂಟೆಗೆ ഔട്ട് എത്തുന്നുണ്ട് എല്ലാം വിട്ടിട്ട് ഒരു സാമാൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ചീട്ടാക്കിയ ഒരു പരിപാടി സമയത്ത് അങ്ങനെ ഇല്ല.
ഉമ്മത്ത് മുഹമ്മദ് ചൊല്ലുന്ന അങ്ങനെ ആവുകയാണ്. ഏത് വിഷയത്തും ചെറിയ വിഷയത്തിനാണ് പ്ലാനിങ്, പ്രോപ്പർ പ്ലാനിങ് വേണം. അതായിട്ട് ഹിജ്റ പരിപാടിയുടെ പിന്നോട് പാടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ട് അത് ഉൾക്കൊണ്ടിട്ട് ജീവിക്കുന്നതായ നല്ല ആൾമാരെ കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചു മാറട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله اتقوا الله. വിശുദ്ധ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന ജീവിതത്തിലുള്ള സന്ദർഭത്തിലും പാലനയായിട്ട് തഖ്വയോടുകൂടി അല്ലാഹു ഭയപ്പെട്ട് ജീവിക്കാൻ ചോദിക്കുന്നു. സ്വന്തത്തെ മറക്കാണ് നിങ്ങളെല്ലാം ഓരോരുത്തരൊക്കെ തഖ്വ വസിയത്താക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കും. സഹോദരന്മാരെ, ചൊന്നു ಬಂದ ವಿಷಯ ಹಿಜ್ರ ವರ್ಷ ಕಲಿಬತ್ತು. ഒരു വർഷ കലിമ്പത്തുകൂ ഞങ്ങൾ ഒരു വർഷ കബറുകു മുട്ടായം ചൊല്ലിട്ടായ നിനക്ക് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇതിലേക്കാണ് ഇത് എങ്ങനെ മെച്ചപ്പെടുത്താൻ ചൊല്ലിട്ടതായ ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് വേണം. രണ്ടാമത്തേതായിട്ട് ഹിജ്റ കാലണ്ടറിൽ ചരിത്രത്തിൽ അത് ആ ഒരു ഹിന്നലെ എങ്ങനെ ചൊല്ലുന്നത് ഞങ്ങൾ പഠിക്കുക. അതിലുള്ളതായ പാഠം ഒന്നാമത്തേതായിട്ട് തവക്കുലായിട്ട്, രണ്ടാമത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്ലാനിങ് വേണം. പിന്നെ മൂന്നാമത്തേതായിട്ട് സഹാബത്ത് ആക്കിയതായ ത്യാഗ ബലിദാന ദീനികമായിട്ട് ഞങ്ങൾ എന്ത് ത്യാഗ ബലിദാന അങ്ങനെ ഹിജ്റ പോകുമ്പത്തേക്കു മക്കത്തെ മദീനത്തേക്ക് ഹിജ്റ പോകുമ്പത്തേക്കു ഒരു നയാ പൈസ സമയത്ത് അങ്ങ് കൊണ്ടുപോകില്ല. മക്കത്തെ സർദാർമാർ സ്വന്തം പാണ്യം, സ്വന്തം അക, ഫാമിലി, ബിസിനസ്, കൃഷി എല്ലാം വിട്ടിട്ടു. നീ മക്കത്തിൽ മദീനത്തേക്ക് പോകണ്ടില്ലേ, ഇതെല്ലാം മക്കത്തിൽ നീ ഉണ്ടാക്കിയിട്ട് ഒരു നയാ പൈസ സമയത്ത് കൊണ്ടുപോകത്തില്ല. ഇട്ട ചട്ട തുണി മാത്രം നിന്റേത്. വെറും കയ്യിൽ പോണ്ടി വലിയ കയ്യിൽ പോണ്ടിട്ട് മാത്രം മദീനത്തേക്ക് അലൗഡ് ആക്കില്ല, പോകൂടില്ല. നിപ്പാട്ടിയാണ് എല്ലാം മുട്ടിട്ടു അങ്ങ് മദീനത്തേക്ക് പോയാൽ എന്തൊക്കെ പേനായിട്ട് അള്ളാഹു പേനായിട്ടും റസൂലുക്ക് പേനായിട്ടും അള്ളാഹുക്ക് പേനായിട്ടും റസൂലുക്ക് പേനായിട്ട് അങ്ങ് പോയി. ഞങ്ങൾ ഇന്റെ ദീനിക്ക് എന്ത് ത്യാഗം. അങ്ങനെ പള്ളിയിലൊരു ചെറിയ കലക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തീരുടെ ആ ചെറിയ നോട്ടായി 10 ചില്ലറ പേരുണ്ടായി പള്ളിക്ക് പോകും. കലക്ഷൻ്റെ ആ മുസല്ലത് എണ്ണിട്ട് പോവാം, വേറെ എവിടെ കിട്ടില്ല. ആ അവസ്ഥയായിട്ട് ചെറിയ നോട്ട് അതായിട്ട് ഞങ്ങൾ ദീന് കാക്കണ ത്യാഗം ഇതായിട്ട് അങ്ങനെ എല്ലാം മുട്ടിട്ടു മദീനത്തിന് പോയ. ആ മദീനത്തിന് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസ്റ്റ് കാട്ടിയ സ്വറ മസ്ജിദുൽ ഖുബ ആയിട്ട് പണിയെടുത്തത്. എന്തിച്ചെന്നെങ്കിൽ ഒരു 10 മുസ്ലിം അകയുന്നുണ്ടായെങ്കിൽ അവിടെ ഒരു പള്ളി പേരും ചൊല്ലതായ ഒരു സന്ദേശമായിട്ട് ഇത് മുഖേന കണ്ടത് മസ്ജിദുൽ ഖുബ നിർമ്മാണം. അതിൽ പിന്നെ മുഹാജിരീങ്ങ മക്കത്ത് പോയതായ മുഹാജിരീങ്ങ സഹാബത്ത് എല്ലാം വിട്ടുപോയില്ല. വലിയ വലിയ പൈസ ആയിട്ട് മാത്രമല്ല ഒരു നയാ പൈസക്ക് ഗതിയില്ലാത്ത അവസ്ഥ മദീനത്തിൽ. അൻസാരിങ്ങ മക്കത്തിലുള്ളതായ സഹാബിമാർ അങ്ങനെ പേര് അൻസാരിങ്ങ സഹായം ആക്കിയങ്ങാണ്. ഇങ്ങക്ക് വേനായിട്ട് എന്തെല്ലാം ത്യാഗാക്കിയാണെന്നോ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സാഹോദര്യത്തെ നിർമ്മാണാക്കിയിട്ട് പരസ്പര ഹിജ്റ പോയതായ മുഹാജിറായ സഹാബിക്ക് അൻസാരിയായ മക്കത്തെ സഹാബിയെ ഒർത്തരെ സഹോദരാക്കി കൊടുത്തു. തന്റെ സ്വന്തം പാണ്യത്തിൽ 50% വന്നതായ സഹാബി തന്റെ ഔത്തുരെ ഒരേ അകയിനെ ഒന്ന് പാർട്ടീഷൻ ആക്കിയിട്ട് പാതി അവന് വന്നതായ മുഹാജിർ എവിടത്തോളം ചൊന്നെങ്കിൽ 2 പിഞ്ഞായിരിക്കും 100 പിഞ്ഞായി തലാക്കാക്കി വന്നതായ മുഹാജിർക്ക് മങ്ങിലാക്കി കൊടുത്തതായ സാഹോദര്യത്തിന്റെ ഒരു ചരിത്രം വേറെ എവിടെയും കാണാൻ സാധ്യമില്ല ഈ ലോകത്തിൽ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആ വിഷയം ചൊല്ലെ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുഹ്സിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം ചൊല്ലെ എന്ന് ചൊല്ലി അങ്ങനത്തെ സഹോദര്യത്തെ ചൊല്ലെങ്കിൽ അങ്ങക്ക് സ്വന്തം അകത്യം ഇന്നിട്ടും മദീനത്തുള്ളതായ അൻസാരികൾക്ക് സ്വന്തം അകത്യം ഇന്നിട്ടും
മുഹാജിറായി വന്നതായ ദീനിക ബനാക്കി എല്ലാത്തിനെയും ബലിദാനാക്കിട്ട് വന്നതായ ആ മുഹാജിറായ സഹാബിയുടെ അഗത്യത്തെ പരിഗണിച്ചിട്ട് തന്റെ അഗത്യത്തെ ദൂരെ വെച്ചിട്ട് ആ സഹാബിയുടെ അഗത്യത്തെ പരിഗണിച്ചതായ സഹാബത്ത് അൻസാരിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. എവിടെയുണ്ട് സഹോദരന്മാർ ആ സഹോദര്യത്തെ? ഇന്ത്യ എവിടെ പോയി? ഞങ്ങളെ വിട്ടുണ്ടാ ആ സഹോദര്യത്തെ? എവിടെയുണ്ട്? ആരെങ്കിലും ഒരുത്ത മുസ്ലിം കഷ്ടത്തിൽ നിന്നിട്ടായി ഒരു ഹെൽപ്പാക്കുക ആരുള്ള ഹെൽപ്പാക്കില്ല ചൊല്ലില്ലേ? മാത്രമല്ല ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു കൽമശ ഇല്ലാത്ത പിരിസപ്പാടുണ്ടാണ്. സ്വന്തം ഒട്ടികല്ലേ നിസ്കരിക്കുന്നത്, പള്ളിയിൽ ഒരേ സഫുലല്ലേ നിസ്കരിക്കുന്നത്, ഒരേ ജമാഅത്തിലാണ്, ഒരേ ആദർശത്തിലാണ്. ആയത് ഞങ്ങളെ വിട്ട പിരിസ ഉണ്ടാകും. ചെറിയ ചെറിയ വിഷയത്തിൽ കടിച്ചു പോയിട്ട് അപ്പുറം ഇപ്പുറം അർസ ഹിജ്റ പഠിപ്പാറ്റതായ പാട ഉൾക്കൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയതായ ആ സാഹോദര്യത്തെ, സഹാബത്ത് കാട്ടിയതായ ആ സാഹോദര്യത്തെ ഞങ്ങൾ എവിടെയുണ്ട്? ഓരോരുത്തർ നാനും നിങ്ങളും ക്വസ്റ്റ്യൻ ആക്കണം. അങ്ങ പോണത് സ്വർഗത്തിലല്ല, ഞങ്ങൾ പോണത് ഞങ്ങൾ അതിനെ എബിലിറ്റിയുണ്ട. സ്വന്തം സഹോദരക്ക് എന്തിന് അഗത്യമുണ്ട് അത് കാണണം. സ്വന്തം സഹോദരൊಟ್ಟಿಗೆ ಎಲ್ಲ ಅಪರ ಇಪರ ಆಯ್ತಿಕ್ಕು ಬೇಜಾರು ಬೇಕು ಗೊತ್ತಿರಲ್ಲ. നല്ല ഒക്കട്ടിലും പിരിസത്തിലും ഒട്ടിಗೆ പോണം. ಎಲ್ಲ ಅಪರ ಇಪರ ಆಯ್ತಿಕ್ಕು ಮನುಷ್ಯന്മാരല്ലേ. അതായിട്ട് ആ സഹോദര്യത്തെ ആയിട്ട് കൂടെ കേൾക്കുക. ലാ യുമിനു അഹദുകും അത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി ഒരു മൂമിനും ഈമാനുള്ള മൂമിനാവില്ല എവിടത്തേയും ചെന്നെങ്കിൽ, ആറ് മൂമിനാവില്ല എവിടത്തേയും ചെന്നെങ്കിൽ സ്വന്തത്തിന് എന്ത് ഇഷ്ടപ്പെട്ട അതിലെ തന്റെ സഹോദരക്ക് മുസ്ലിമായ സഹോദരക്ക് ഇഷ്ടപ്പെട്ട തോല മൂമിനാവില്ല. തന്റെ ഈമാൻ പൂർത്തിയാവില്ല. ഞങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല. ലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ തുമിനു വലാ തുമിനു ഹത്താ തഹബ്ബു. മൂമിനാവുള്ള തോല ഒട്ടും സ്വർഗ്ഗത്തിൽ കിടക്കില്ല. ഒത്ത മൂമിനാവുള്ള പരസ്പര സഹോദരത്തിൽ നല്ല പിരിസത്തിൽ എപ്പോ ഇല്ലേ അത്രത്തോളം പരസ്പര ഹുബില്ലേ പിരിസ ഇല്ലേ മുസ്ലിമീങ്ങൾക്ക് തമ്മ തമ്മിൽ അത്രത്തോളം മൂമിനാവുക സാധ്യത മനുഷ്യൻ നമ്മൾ മനസ്സിലാക്കും. ഇതായിട്ട് ഈ പാടായിട്ട് ഞങ്ങൾ ഇത് പഠിപ്പാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ആ ഹിജ്റയുടെ ആ സംഭവത്തിൽ പഠിക്കോ പാഠ പഠിക്കും, അതനുസരിച്ച് ജീവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്താലേ. ഒരേ ഒരു മെസ്സേജ് കൊടുത്തേ, അൽ മുഹാജിറു മൻ ഹാജറ മാന അല്ലാഹു അൻഹു. ഇണ്ട് ഞങ്ങൾ റായപ്പെട്ടു ദീനിക വേനായിട്ട് എവിടെയാ പോണേ അകത്തേയില്ല. മാത്രമല്ല ഇണ്ടത്തെ ഹിജ്റ ചെന്നെങ്കിൽ അൽ മുഹാജിറു മുഹാജിറു ചെന്നെങ്കിൽ മൻ ഹാജറ മാന അല്ലാഹു അൻഹു. ഏതെങ്കിലും പെടക്ക് തറ ഞങ്ങളെ മുട്ടയിട്ടായിരുന്നു ചൊന്നല്ലേ. ഞങ്ങളെ മുട്ട അർസ നഞ്ചി നരക്ക ഇങ്ങനത്തെതെല്ല ഇങ്ങനെ. അതേപോലെ ശിർക്കും ബിദ്അത്തും ഇതെല്ലാം വിട്ടിട്ടു നല്ലതിക്ക് പോണ്ടതായിട്ട് ഹിജ്റ. അതിനെ വിട്ടുവിടും, നല്ലതിക്ക് പോകും. അതായിട്ട് ഇണ്ട് നമുക്കുള്ളതായ ഹിജ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താണ് പറയുന്നത്. സഹോദരന്മാരെ, ഒരേ ആത്മാവിനെ ദ്വാരക്കും വസിയത്താക്കിയതാണ്. ചെമ്മത്താൽ കുറെ ഐസിയുലുള്ള പേഷ്യൻ്റുള്ള ഉഷാരില്ലാത്തതുകൊണ്ട് ആസ്പത്രിയിൽ ഔത്രവുമായി ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല മെസ്സേജ് വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ദുആ കൊണ്ട് വസിയത്താക്കിയതാണ്. അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെല്ലാം രോഗിമാരുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ മാരകമായ രോഗത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കട്ടെ. ഈമാനോടുകൂടി മനുഷ്യരായ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങനെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലോട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ദീനിക്ക് വേണ്ടി പ്രവർത്തിച്ചതായ ചെമ്മ ആത്മാർ കുടുങ്ങിയിട്ടുള്ള ജയിലിൽ കേസിൽ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ ജീവിതത്തെ കഷ്ടത്തെ ജീവിതത്തിൽ കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കണം. എത്രയും വേഗം അങ്ങനെ നോർമൽ ജീവിതത്തിൽ വരവും ദീനിക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്ന, ഇതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, തൗഹീദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എല്ലാ സഹോദരന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ നല്ല സ്വരത്തെ കബൂലാക്കി അങ്ങ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ അങ്ങ് പ്രതിഫലം കൊടുത്തിട്ട് അനുഗ്രഹിക്കണം. അതേപോലെ ഞങ്ങൾ വന്നു പോയതായി ശരീരം നിലയുമായി എല്ലാ ദോഷത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫാക്കി തരണം. ഞങ്ങളെ അപ്പന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹം ചെയ്യട്ടെ. മക്കളെ സ്വാലിഹായ മക്കളാക്കണം. മുസ്ലിം സമുദായത്തിൽ ശാന്തിയും സമാധാനവും കൊടുക്കണം. ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ശാന്തിയും സമാധാനവും കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തെ എല്ലാ ഫിത്നത്തോട് കാത്ത് സലാമത്താക്കി. പലസ്തീനെ പോലത്തെ രാജ്യത്ത്
ಬೇರೆ ಬೇರೆ ಆಯ್ತು ದುನಿಯಾವು ಬೇರೆ ಬೇರೆ ಪಕ್ಕದ ಮುಸ್ಲಿಮಿನ ಚೆಮ್ಮೆ ಕಷ್ಟದಲ್ಲ ನಾವೆಲ್ಲರೂ ಗೊತ್ತಿಲ್ಲ ವಿಷಯ ಇದೆ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಅವರ ಕಷ್ಟത്തെ ಪರಿಹರಿಸಿ ಕೊಡ್ಕട്ടെ. ಅವರ ಸಬೂರ್ಗೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ತಕ್ಕದಾಗಿ ಪ್ರತಿಫಲ ಕೊಡ್ತಾರೆ ಅನುಗ್ರಹಿಕട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب سميع الدعاء يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربيانا صغيرا. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك.